ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടത് 1/2 കിലോ ചെമ്മീൻ, പപ്പരിക്കപ്പൊടി 1/4 ടീസ്പൂൺ കളറിന് വേണ്ടിയാണ്, മുളക് പൊടി 2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, തേങ്ങ ഒരു 1/4 കപ്പ്, കറിവേപ്പില, ഉള്ളി ഒരു കപ്പ്, വെളുത്ത ഉള്ളിയുണ്ട്, ചുവന്ന ഉള്ളിയുണ്ട്. ചുവന്ന ഉള്ളിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ചുവന്ന ഉള്ളി ചേർക്കുന്നത്. ഗ്രേവിക്ക് വേണ്ടിയാണ് വെളുത്ത ഉള്ളി ചേർത്തത്. പിന്നെ ചെറിയ ഉള്ളി, പച്ചമുളക്. ഞാനൊന്ന് ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതിങ്ങനെ കത്രിക ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഇട്ട എളുപ്പമാണ്. വെരി ഈസിയാണ്. ഇത് കഴുകിയെടുക്കുക. ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഒരു മീഡിയം ഹൈറ്റിൽ വെക്കുക, ചൂടാവട്ടെ. പാൻ ചൂടായി, നമുക്ക് ഓയിൽ ഒഴിക്കാം. മെൽറ്റായില്ലേ? ഇവിടെ തണുപ്പാണ്, അപ്പോൾ ഓയിലിങ്ങനെ ഓയിൽ ഇതിലോട്ട് ഇടാൻ കുറച്ച് താമസിച്ചു, കാരണം ഇവിടെ ഭയങ്കര തണുപ്പാണ്. നേരത്തെ അത് ഉരുക്കി വെച്ചാലും പിന്നെ റൂം ടെമ്പറേച്ചർ അനുസരിച്ച് അത് താഴത്തോട്ട് വരും. അതുകൊണ്ടാണ് ഉരുക്കി വെച്ചതായിരുന്നു, പിന്നെയും തണുപ്പ് വയ്ക്കും. ഓക്കെ, നമുക്കിനി ഉള്ളി ഇടാം. സവാള, ചെറുള്ളിയും പച്ചമുളകും ഇടാം. വാടി വന്നാൽ മതി. അധികം അങ്ങ് മൊഴിയണ്ട, ചുമ്മാ ഒന്ന് വാടി വന്നാൽ മതി. നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ടോ? ഇതുപോലെ വന്നാൽ മതി, ഒത്തിരി ഒന്നും വേണ്ട. നമ്മൾ മുളക് പൊടി ഇടാം. പപ്പരിക്കപ്പൊടി ഇടാം, അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇടാം. എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിക്കുക. കുറച്ച് തന്നെ നാട്ടം മെൽറ്റായും തോന്നി. ഇനി തേങ്ങ ഇടാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ചെമ്മീൻ ഇടാം. ഇത്രയും ആയാൽ മതി. എല്ലാം കൂടി നല്ലത് യോജിപ്പിക്കും.
ചെമ്മീൻ ഗ്രേവി എല്ലാം കൂടി നല്ല പൊതിഞ്ഞ് പിടിക്കണം. നല്ല ചെമ്മീനിൽ എല്ലാവർക്കും നല്ലത് പിടിക്കട്ടെ. നമുക്ക് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് മതി. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. ഒന്നും കൂടി മിക്സ് ചെയ്യണ്ട. കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കാം. എല്ലാം വെന്തിട്ടുണ്ട്. പിന്നെ ഷ്രിമ്പിന് അധികം വേവില്ലല്ലോ, അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. എല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ട് അധികമായിട്ട് ഇളക്കരുത്, കാരണം പൊടിഞ്ഞു പോകും. ഇതിൻ്റെ തലയിൽ വേറെ തിരിഞ്ഞു പോകും. അതിട്ട് ഇളക്കാൻ പാടില്ല. ഇങ്ങനെ വെച്ച് തുറന്ന് വെച്ച് ഒരു മീഡിയത്തിനും ഹൈ ഫ്ലെയിമിനും ഇടയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. തുറന്നിരിക്കട്ടെ. നല്ലപോലെ വെള്ളമെല്ലാം വറ്റി ഡ്രൈ ആയി വരുമ്പോൾ ഒന്ന് പതിയെ ഇളക്കി ആ ഉള്ളി നല്ലതുപോലെ മൊരിഞ്ഞ് വരണം. അതാണ് ഇതിൻ്റെ പാകം. ഇപ്പോൾ വേണമെങ്കിൽ ഉപ്പും മുളകും ഒക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പോരെങ്കിൽ നമുക്ക് ചേർക്കാം. അതായത് എരിവ് പോരാത്തവർക്കാണെങ്കിൽ ബ്ലാക്ക് പെപ്പർ ചേർക്കാം. ഇത് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. ഇത് കണ്ടാൽ മാത്രം പോരാ, എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ളത് ഡെഫിനറ്റായിട്ടും എനിക്കറിയാം. അതുകൊണ്ട് ഇതുണ്ടാക്കി നോക്കി അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കുക. ഇത് നല്ല ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ്. ഒത്തിരി ഫ്രൈയും അല്ല, ഒത്തിരി ഗ്രേവിയുമല്ല. ഈ ഒരു കറി മതി ചോറുണ്ണാൻ.